നമസ്കാരം. ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രയേലി ബന്ദികൾക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചു എന്ന പേരിൽ തുർക്കിയിൽ ഇസ്രയേൽ ഫുട്ബോൾ താരത്തിനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് അന്റാലിയ ഫുട്ബോൾ ക്ലബിലെ പ്രമുഖ ഫുട്ബോൾ താരം അറസ്റ്റിലാകുന്നത്. സഗീവ് ജഹസ്കലാണ് അറസ്റ്റിലായ ഫുട്ബോൾ താരം. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിനിടെ ഒരു ഗോൾ അടിച്ചതിന് ശേഷം തൻ്റെ കൈ ഉയർത്തി കാട്ടുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ബാൻഡിൽ 100 ദിവസങ്ങൾ എന്നെഴുതിയിരുന്നു. കൂടാതെ ഒരു നക്ഷത്ര ചിഹ്നവും ഇട്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ട് 100 ദിവസം തികഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ അവരെ ഓർമ്മിപ്പിക്കുന്നതിനാണ് ഇത്തരത്തിൽ ഇദ്ദേഹം ജഹസ്കൽ ഈ കയ്യിൽ ഇത്തരത്തിൽ എഴുതി കാണിച്ചത് എന്നാണ് ആരോപണം. സംഭവത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിനും തുർക്കി ഉത്തരവിട്ടിട്ടുണ്ട്. ജഹസ്കലിനെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തതായി ജഹസ്കൽ അറിയിച്ചു. താമസിയാതെ ടീമിൽ നിന്ന് പുറത്താക്കുന്നതാണെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട്. നേരത്തെ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ഫുട്ബോൾ ടീമിലെ അംഗങ്ങൾ ഒരു ദിവസം കളിക്കിടയിൽ മൗനം ആചരണം നടത്തിയിരുന്നു. ഇത് ഗാസയിൽ കൊല്ലപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് എന്നാണ് അന്ന് അവർ പറഞ്ഞിരുന്നത്. ഈ പരിപാടിയിൽ അന്ന് ജഹസ്കൽ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹത്തിനൊപ്പം മറ്റൊരു ഇസ്രായേൽ താരമുണ്ടായിരുന്നു. അദ്ദേഹവും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. അന്ന് തന്നെ ജഹസ്കലിനെ ഇവർ നോട്ടമിട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അന്റാലിയ സ്പോർട്സ് തുർക്കിയിലെ പ്രമുഖ ഫുട്ബോൾ ടീമാണ്. ഇതിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും അംഗങ്ങളാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏതായാലും ജഹസ്കലിൻ്റെ മോചനത്തിനായി ഇസ്രായേൽ സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഒരു കായിക താരത്തിനെ ഇത്തരമൊരു നടപടിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ജഹസ്കൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ തുർക്കി സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തുർക്കിയും ഖത്തറുമാണ് ലോകത്ത് ഹമാസിന് ഏറ്റവും അധികം സഹായങ്ങൾ നൽകുന്നത്. ഹമാസിൻ്റെ പ്രമുഖരായ നേതാക്കൾ പലരും താമസിക്കുന്നത് ഖത്തറിലും തുർക്കിയിലുമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുർക്കിയിലെ ഒരു ഫുട്ബോൾ ടീമിലെ അംഗം ഹമാസിനെ എതിർത്തു എന്നുള്ളത്, അതല്ലെങ്കിൽ ഇസ്രായേലിനെ അനുകൂലിച്ചു എന്നുള്ളത് വളരെ ഗുരുതരമായൊരു കുറ്റമായിട്ടാണ് തുർക്കി സർക്കാർ കരുതുന്നത്. അതുകൊണ്ടാണ് ജഹസ്കലിനെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തത്. അതേസമയം ജഹസ്കലിൻ്റെ വിശദീകരണം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് എന്നുള്ളത് തന്നെ. എന്തായാലും ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന ഈ ഒരു പോരാട്ടം ഇപ്പോൾ കായിക മേഖലയിലേക്കും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പുതിയ വിശേഷം.